അല്ല, അത് വീണ്ടും അത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിന്നെ KC വേണുഗോപാൽ അനുകൂലമായി പറയുക എന്നതിന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. ഞങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ അനാവശ്യമായ കാരണങ്ങളുടെ പേരിൽ ക്രൂരമായി ആക്രമിച്ചപ്പോൾ അത് തെറ്റാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു നേതാവിനെ അതങ്ങനെ ചെയ്തതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളിൽ ഒരാൾക്കെതിരെ ആണെങ്കിലും ഒരു അക്രമം നടന്നാൽ അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, പല പല ഘടകങ്ങളുണ്ട്. ഞങ്ങൾക്കറിയാമല്ലോ, സാമുദായിക പരിഗണനയൊക്കെ UDF എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളുടേത്. എല്ലാ യാഥാർത്ഥ്യങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പഠിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നല്ല തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജില്ലയ്ക്ക് അതുകൊണ്ടൊരു മന്ത്രി ഇല്ലാതെ പോയി എന്നുള്ളത് സത്യമാണെങ്കിലും UDF നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ എല്ലാ ഘടകങ്ങളും എല്ലാ ഫാക്ട്സും പരിശോധിച്ചെടുത്ത തീരുമാനമാണ്. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ആഗ്രഹം ജില്ലയ്ക്കുണ്ട്. എനിക്ക് വ്യക്തിപരമായി മന്ത്രിയാകണം എന്ന ഒരു ദുരാഗ്രഹവും ഞാൻ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന ആളല്ല. പക്ഷെ അവസരം വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അർഹത ഉണ്ടെങ്കിൽ ലഭിക്കുന്നത് സ്വീകാര്യമാണ് എന്ന് കരുതി മന്ത്രിയാകണമെന്ന് കേരളത്തിലെ ഒരു നേതാവിനോടും മന്ത്രിയാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഏത് നേതാവിനോടെങ്കിലും അത് പറയാം. ഒരാളോട് പോലും ഞാൻ മന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ, നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ഒരു നേതാവിൻ്റെയും പിന്നാലെ പോയിട്ടില്ല. ഇനിയുള്ള ശിഷ്ടകാലവും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറ്റബോധവുമില്ല, നഷ്ടബോധവുമില്ല. പക്ഷേ എനിക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള സ്ഥാനം തന്നെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും പരമാവധി അംഗീകാരമാണ്. എന്നെക്കാൾ അർഹതയുണ്ട് എത്ര പേർ ഈ ജില്ലയിലുണ്ട്, എത്ര സീനിയേഴ്സ് അവസരം നഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് വലിയ അംഗീകാരമാണ്, ദൈവാനുഗ്രഹമാണ്, പാർട്ടിയുടെ അംഗീകാരമാണ്. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. മറ്റൊരു സ്ഥാനവും മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നില്ല. ഇത് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടിയോടുകൂടിയാണ് ഇത് സ്വീകരിക്കുന്നത്. അല്ല, നമ്മൾ ഒരു പ്രശ്നത്തെ വ്യക്തികൾ പല വിധത്തിലാണ് അതിനെ കാണുന്നത്, വ്യാഖ്യാനിക്കുന്നതും പല വിധത്തിലാണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഒരു ഫാക്റ്റ് ഉണ്ട്. ആ ഫാക്റ്റ് എന്താണ്? 63 MLA-മാർ ജയിച്ചു. ആ 63 MLA-മാരിൽ നിന്ന് പല പല സാധ്യതകളും ഘടകങ്ങളും പരിശോധിച്ച് ഉൾക്കൊള്ളിക്കാവുന്ന മന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചു. അതിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ ഉത്തരവ് എനിക്ക് തരാനുള്ളൂ. ഞാൻ എന്തുകൊണ്ടായില്ല നിങ്ങൾ ചോദിക്കുന്ന പോലെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മന്ത്രിസഭായോഗം ഉടൻ തന്നെ തീരുമാനിച്ച് അഫിഡവിറ്റാണ് ആവശ്യമെങ്കിൽ അങ്ങനെ, അല്ല അവിടെ ഹാജരാകുന്ന അഭിഭാഷകനെ വിളിച്ചു വരുത്തി കർശനമായ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി ഗവൺമെൻറ്റിന് അത്തരം കാര്യത്തിൽ കൊടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, അത് പരിശോധിക്കണം. പക്ഷേ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വേഗമായിട്ട് കൊടുത്തേക്കുന്നത് വ്യക്തമായ അവിടെ കൊടുക്കണം. വ്യക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. വ്യക്തമായ നിലപാട്, ഒരു ആശങ്കയ്ക്ക് ഇവിടെ അല്ലാതെ എടുക്കണം. എന്ന് മാത്രമല്ല, അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എടുക്കേണ്ട തീരുമാനത്തിനും ഞാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ്. ശബരിമല പക്ഷവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുള്ള എല്ലാവരെയും, അവരുടെ പാർട്ടിയോ ജാതിമതമോ പാർട്ടി ഒന്നും നോക്കാതെ എല്ലാ കേസുകളും ഗവൺമെൻറ് പിൻവലിക്കണം. എല്ലാ കേസുകളും. അത് ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കൊടുത്തുള്ള വാക്കാണ്. അത് ഉടൻ തന്നെ പിൻവലിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. ഇല്ല, സമീപിക്കാൻ സമയമായില്ലല്ലോ. സമീപിക്കും. അത് ഞങ്ങളുടെ ഒരു പൊതു നിലപാടാണത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്.
ശബരിമല കേസുമായി ബന്ധപ്പെട്ടത് ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ലംഘിക്കാനും വെറും സങ്കുചിതമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടും ശബരിമലയെ പോലുള്ളൊരു മഹാക്ഷേത്രത്തെ, ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ കേന്ദ്രമായ ശബരിമലയെ തകർക്കാൻ നടത്തിയ ഗൂഢശ്രമമാണ്. അതിലാരെല്ലാം അതിനെതിരായി പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ ഒന്നും DNA നോക്കി പോകേണ്ട കാര്യമില്ല. അതാരാണെങ്കിലും, നിങ്ങൾ പറഞ്ഞ ഏത് സംഘടനയാണെങ്കിലും അതിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആരുടെയും DNA പരിശോധിക്കേണ്ട കാര്യമില്ല. എല്ലാ കേസുകളും പിൻവലിക്കണം. ഞങ്ങളുടെ ആൾക്കാരാണ് അതിൽ കൂടുതൽ പ്രതികളായിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പ്രതികളാണ്. ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് പല കേസുകളും ഞങ്ങൾ പിടിയൊടുക്കി തീർത്തുവന്നേ ഉള്ളൂ. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ പിരിച്ചുവിടാൻ ആവശ്യമില്ല. ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തള്ളിയ CBI അന്വേഷണ ആവശ്യം വീണ്ടും ആവശ്യപ്പെടും. CBI അന്വേഷിക്കണം. രണ്ടാമത്തെ സമുദായം ഇതിലൊന്നും കോടതിക്ക് വിരുദ്ധമായ ഒന്നുമില്ല. SIT എന്തുകൊണ്ടാണ് പിരിച്ചുവിടാന്ന് പറയാൻ കാരണം, SIT പിരിച്ചുവിടാൻ കാരണം എന്താണ്? SIT അവരുടെ പ്രൈം ഡ്യൂട്ടി എന്താണ്? ഇൻ 6 months ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് SITയുടെ ഉത്തരവാദിത്വം. ദേ ഫെയിൽഡ് മിസറബിളി. പിന്നെന്തിനാണ് SIT? ആ പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തുപോയി. ഈ സാഹചര്യത്തിൽ SIT എന്ന് പറഞ്ഞ ഒരു വിഗ്രഹമാണോ SIT? അതിനെ ഉടച്ചു കളയുക, അതിനുകൊണ്ട് ഒരു കാര്യമില്ല. SIT നിയന്ത്രിക്കുന്ന ആരാ? കഴിഞ്ഞ ഗവൺമെന്റ്. പിണറായി വിജയൻ. പേഴ്സണലി പറഞ്ഞാൽ പിണറായി വിജയൻ. പിന്നെന്താ പ്രതികളെ പിന്നെന്താ കുറ്റപത്രം കൊടുക്കാൻ? അല്ല, ഹൈക്കോടതി ജഡ്ജിമാരല്ല. SIT കോടതി ചില അഭിഭാഷകരെ നിയമിക്കും ചില കേസുകളിൽ. അതുപോലെ കോടതി നിയോഗിച്ച അഭിഭാഷകരല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേരള ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത CPM പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ്. അപ്പം കോടതിക്ക് പോലീസില്ല. കോടതി അന്വേഷിക്കാൻ പറയുക, അതിൽ കൊള്ളാവുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തുക. എന്നിട്ട് ഗവൺമെൻറ്റിന് അതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല, എന്നൊരു വേലി കെട്ടാൻ കോടതിക്ക് കഴിയില്ല. കോടതിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അവർ ചെയ്തു. പിന്നെ ചെയ്യേണ്ടുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാനും പുറത്തിറക്കാനും വേണ്ടി ഗവൺമെൻറ് SITയിൽ വെള്ളം ചേർത്തു. അപ്പോൾ SIT എന്ത് ചെയ്തു? അവർക്ക് കാരണം ഇനിയും 5, 10, 20 വർഷം സർവീസിലുള്ള ആൾക്കാർക്ക് മൂന്നാം പിണറായി ഞങ്ങൾ വരും, അതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരനാണ് നിൽക്കുന്നത്? കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും?